കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ ഉലച്ച 2003 മുത്തങ്ങ ഭൂസമരത്തിനിടെ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചു. കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരിൽ 35 പേർ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയ കോടതി ഇവരെ വെറുതെ വിട്ടു. കേസിൽ 23 മുതൽ 57 വരെയുള്ള പ്രതികളെയാണ് കോടതി കുറ്റവിമുക്തരാക്കിയത്. ആകെ പ്രതികൾ 21 പേർ വിവിധ കുറ്റങ്ങളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. എന്നാൽ വധശ്രമവും കൊലപാതക ഗൂഢാലോചനയും തെളിയിക്കാൻ CBIക്ക് സാധിച്ചില്ല. KP 4ാം ബറ്റാലിയനിലെ കോൺസ്റ്റബിളായിരുന്ന KV വിനോദിനെ കൊലപ്പെടുത്തിയത് 2ാം പ്രതിയായ അശോകൻ മാത്രമാണെന്നും കോടതി കണ്ടെത്തി. എന്നാൽ 2ാം പ്രതി അശോകൻ വിചാരണയ്ക്കിടെ മരണപ്പെട്ടിരുന്നു. ഇതോടെ കൊലപാതക കുറ്റത്തിന് ആരെയും ശിക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ കുറ്റകൃത്യങ്ങളിലാണ്, അതായത് കലാപമുണ്ടാക്കൽ, വനഭൂമി കയ്യേറ്റം തുടങ്ങിയവ, അതിലൊക്കെ 21 പേരെ കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം നടന്ന 23 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ നിർണായക വിധി വരുന്നത്. വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് A. അയൂബ് ഖാനാണ് വിധി പ്രസ്താവിച്ചത്. 2003 ഫെബ്രുവരി 19 AK ആന്റണി സർക്കാരിന്റെ കാലത്ത് മുത്തങ്ങയിൽ ഭൂരഹിതരായ ആദിവാസികൾ നടത്തിയ സമരത്തിന് നേരെ പോലീസ് നടപടിയുണ്ടാകുന്നത്. തുടർന്നുണ്ടായ രൂക്ഷമായ സംഘർഷത്തിലാണ് പോലീസുകാരനായ വിനോദ് കൊല്ലപ്പെട്ടത്. ആദ്യം സംസ്ഥാന പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് പിന്നീട് CBI ഏറ്റെടുക്കുകയായിരുന്നു. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് M. ഗീതാനന്ദൻ ഉൾപ്പെടെ 57 പേരെ പ്രതി ചേർത്താണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. വിചാരണ നടപടികൾക്കിടയിൽ 15ഓളം പ്രതികൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. പ്രതികൾ വിനോദിനെ ബന്ധിയാക്കി കൊലപ്പെടുത്തിയെന്നായിരുന്നു CBIയുടെ പ്രധാന ആരോപണം. എന്നാൽ സംഭവ സ്ഥലത്ത് നേരിട്ട് ദൃക്സാക്ഷിയില്ലാത്തതിനാലും ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തതിനാലും ഭൂരിഭാഗം പ്രതികൾക്കും കേസിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയായിരുന്നു. പോലീസ് വെടിവെപ്പിൽ ആദിവാസി യുവാവായ ജോഗിയും കൊല്ലപ്പെട്ടിരുന്നുവെങ്കിലും ആ കേസിൽ കാര്യമായ അന്വേഷണങ്ങൾ നടന്നിരുന്നില്ലെന്നും ആദിവാസി സംഘടനകൾ ആരോപിച്ചിരുന്നു. കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി 21 പേർക്കുള്ള ശിക്ഷാവിധി കോടതി പിന്നീട് പ്രഖ്യാപിക്കും.